നമ്മൾ 2024 അതുപോലെ തന്നെ 2025 2 വർഷത്തെയും ചോദ്യങ്ങൾ നമ്മൾ കമ്പാരിസൺ ആണ് നടത്താനായിട്ട് പോകുന്നത്. 2024 നമ്മൾ ലെവൽ 1 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം 150 ചോദ്യങ്ങളാണ് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ വർഷം 2025 ആയി കഴിഞ്ഞപ്പോ 150 എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് മാറി 91 ചോദ്യങ്ങളായിട്ട് അത് കുറയാണ്. അപ്പൊ ലെവൽ 1 കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുന്നത് എവിടെയാണ്? ലെവൽ 2 ലെവൽ 3 അപ്പം നമ്മൾ 2024 നമ്മളുടെ ലെവൽ 2 കുറച്ച് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 27 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം നമുക്കൊരു 250 ഇരട്ടി എന്ന് പറയും, 250 ടൈംസ് എന്നൊക്കെ പറയണം. 100 ഇരട്ടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇരട്ടി എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ 2.5 ഇരട്ടി എന്നൊക്കെയും പറയുന്ന രീതിയിൽ നമുക്ക് 70 ചോദ്യങ്ങളായിട്ട് മാറാണ്. 27 ചോദ്യം എന്നുള്ളത് 70 ചോദ്യമായിട്ട് ലെവൽ 2 ക്വസ്റ്റ്യൻസ് വരാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ടഫ്നെസിന്റെ ലെവൽ കൂടാണ്. കുട്ടികൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അവിടെയാണ് നമുക്ക് കുട്ടികളുടെ മാർക്ക് പോയത് എന്ന് രക്ഷകർത്താക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മിഡിൽ ലെവലിലുള്ള ലെവൽ 2 ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 27 നിന്ന് 70 ആയിട്ട് ക്രമാതീതമായിട്ട് കൂടാണ്. ഇനി ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനേ സാധിക്കില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ വിട്ടോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ലെവൽ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2024 വെറും 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2025 വന്നു കഴിഞ്ഞപ്പോ 19 ചോദ്യങ്ങളാണ് ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതില് 19 ചോദ്യത്തില് നമ്മൾ 10 ചോദ്യം നോക്കുകയാണെങ്കിൽ അത് ഫിസിക്സിൽ നിന്നാണ്. പകുതിയോളം ചോദ്യങ്ങള് ഫിസിക്സിൽ നിന്ന് വന്നു. ഓട്ടോമാറ്റിക്കലി ഫിസിക്സ് എന്ന് പറയുന്നത്, ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അരോചകമായിട്ട് മാറുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് വീണ്ടും അവരുടെ +2 സ്റ്റേറ്റും CBSE പരീക്ഷയിൽ ടഫ് ഫിസിക്സ് ആയിരുന്നു. എൻട്രൻസ് വന്നു കഴിഞ്ഞപ്പോഴും ഫിസിക്സ് ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ടഫ് ആവാൻ കാരണം എന്നുള്ളത് നമ്മൾ വളരെയധികം അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെയാണ് ഫിസിക്സ് എന്ന് പറയാം. ഫിസിക്സ് ഈസ് എ കോൺസെപ്ച്വൽ സബ്ജക്ട്. അപ്പൊ കോൺസെപ്റ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ബി എ വൊറേഷ്യസ് റീഡർ. നല്ല രീതിയിൽ വായനാശീലം ഉണ്ടാവണം. യു ഷുഡ് ബി എ ഗുഡ് ലിസണർ. നല്ല രീതിയിൽ നമ്മൾ കാതോർത്ത് കേൾക്കാനായിട്ടുള്ള ആ ഒരു ശേഷി നമുക്ക് ഉണ്ടാവണം. ഇത് രണ്ടും നമ്മൾ ആഫ്റ്റർ കോവിഡ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എത്ര കുട്ടികൾ പത്രം വായിക്കുന്നുണ്ട് ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 60 കുട്ടികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കുട്ടികളാണ് കൈ പൊക്കി കഴിഞ്ഞ ഭാഗ്യം എന്ന് നമുക്ക് പറയാം. പക്ഷെ അതുകൊണ്ട് തന്നെ ആ റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളിൽ നിന്ന് മാറി. പല പാരന്റ്സും പറയുന്നത് എന്താ, മൊബൈലിലല്ല വാർത്തയുണ്ട്, TV-ലല്ല വാർത്തയുണ്ട്, പിന്നെ എന്തിനാ പത്രം വാങ്ങിക്കണേ? അപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും മാറ്റി ചിന്തിക്കണം. പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പേഴ്സ് വീട്ടിൽ വരുത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ റീഡിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. കുറെ കാര്യങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കണക്റ്റീവ് ലേണിംഗ് അവിടെ വരും അല്ലെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഫിസിക്സ് എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഫിസിക്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കുട്ടികൾക്ക് ഒരു ബേസ് പ്ലാറ്റ്ഫോം റെഡി ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഫിസിക്സിനെ കുറിച്ച് എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം.